ഇറാന്റെ ആക്രമണം ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രത്തിലേക്കും കൂടെ കടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത അയൽ രാഷ്ട്രമായ ആസിർബൈജാനെ ഇന്ന് ഇറാൻ ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പങ്കാളിയാണ് ആസിർബൈജാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് ആസിർബൈജാൻ. അതോടൊപ്പം തന്നെ ഇറാനിനെ പോലെ കൂടുതൽ ഷിയാക്കൾ താമസിക്കുന്ന രാഷ്ട്രവുമാണ് ആസിർബൈജാൻ. അങ്ങനെയാണെങ്കിലും വലിയ രീതിയിലുള്ള ഇസ്രായേലുമായിട്ടുള്ള സൗഹൃദ ബന്ധം നിലനിൽക്കുന്നതിനാൽ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി ആസിർബൈജാന്റെ മിലിറ്ററി ബേസുകൾ ഇപ്പോൾ ഇറാൻ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു ശത്രു രാഷ്ട്രമല്ല ആസിർബൈജാൻ. ആസിർബൈജാനുമായി ഇറാന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇറാൻ ലക്ഷ്യത്തിലെടുത്തിരിക്കുന്ന രാഷ്ട്രങ്ങൾ അവരുടെ ശത്രു രാഷ്ട്രങ്ങൾ എന്ന രീതിയിലല്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ സംവിധാനങ്ങളെയും തങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും അടിച്ചു ഒതുക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രഥമ ലക്ഷ്യം. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇറാൻ പദ്ധതിയിടുകയും ആ കാര്യം പലതവണ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് ആസിർബൈജാൻസ് ഡിഫൻസ് മിനിസ്റ്റർ വാൺസ് ഇറാൻ. ആസിർബൈജാന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാൻ വാർണിംഗ് നൽകിയിരിക്കുകയാണ്. ദാറ്റ് ദി അറ്റാക്ക് ഓൺ നിക്ചുവാൻ വിൽ നോട്ട് ഗോ അൺആൻസേർഡ്. ഈ നിക്ചുവാൻ എന്നറിയപ്പെടുന്ന മിലിറ്ററി ബേസിന് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടി ഇല്ലാതെ പോകില്ല എന്നാണ് ഇപ്പോൾ ആസിർബൈജാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയേണ്ടത് ആസിർബൈജാൻ എന്ന് പറയുന്നത് ഇറാന്റെ ബോർഡറിലുള്ള രാഷ്ട്രമാണ്. യഥാർത്ഥത്തിൽ ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ആസിർബൈജാൻ മുഖേന ഇറാനെ ആക്രമിക്കാൻ സാധിക്കും. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ ഏരിയ ആണ്. അതോടൊപ്പം ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കാൻ വളരെ സുഖകരമായ ഒരു വഴി കൂടെയാണ് ആസിർബൈജാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആസിർബൈജാൻ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേലിന് തൊട്ടടുത്ത് ഒരു സംവിധാനവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇറാന്റെ ശക്തമായ തീരുമാനം. ഈ തീരുമാനത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഖത്തറിൽ ഇപ്പോൾ വീണ്ടും അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ഇനിയും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ്. അവിടെയുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങൾ, ഇതിനെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തകർത്തെറിയുക, തൂത്തെറിയുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ പദ്ധതി എന്നത് വളരെ കൃത്യമാണ്. ഇപ്പോഴും UAE-യിലും ഖത്തറിലും ആക്രമണം നടക്കുകയാണ്. അതേസമയം തുർക്കിയുടെ വ്യോമ മേഖലയിൽ തുർക്കി ഇന്നലെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് മിസൈൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ റജബ് തയ്യിബ് എർദോഗാൻ വലിയ രൂപത്തിലുള്ള വാണിംഗ് ഇറാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ഇന്നും സമാനമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇറാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ അയൽ രാഷ്ട്രവും ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രവും ഒരിക്കലും ഞങ്ങൾ തുർക്കിയെ ആക്രമിച്ചിട്ടില്ല എന്ന് കൃത്യമായി ഇറാൻ ഇപ്പോൾ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയിൽ തുർക്കിയെയും ഇറാനെയും തമ്മിലടിപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഇത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് ശക്തമായ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളെയും അതുപോലെ തന്നെ ഇറാനെയും തമ്മിലടിപ്പിക്കാൻ വളരെ വലിയ ശ്രമം നടക്കുന്നുണ്ട്. കാരണം അറബ് രാഷ്ട്രങ്ങൾ മുഖേന ഇറാനെ തമ്മിലടിപ്പിക്കുമ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും ലാഭം രണ്ടാണ്. ഒന്ന്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അറബ് രാഷ്ട്രങ്ങളും തകരുന്നു, ഇറാനും അതേസമയം തകരുന്നു. ഇനി ഇടപെടാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വളരെ എളുപ്പമായിരിക്കും, കൂടുതൽ പണി കുറഞ്ഞു കിട്ടും എന്നതാണ് അതിലൂടെയുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇറാനെതിരെ ഇത്തരത്തിലുള്ള തിരിച്ചടിക്ക് അവർ പോകാത്തത് എന്ന കാര്യം വ്യക്തമാണ്. അതേസമയം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ ഇസ്രായേൽ സംവിധാനങ്ങളെ ആക്രമിക്കാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ചുറ്റുഭാഗവും അമേരിക്കയുടെ ബേസുകളാൽ വളഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ ഇസ്രായേലിന് ഭീഷണിയാണെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഞങ്ങളെ വലയം ചെയ്തു നിൽക്കുന്ന ബേസുകളെല്ലാം ഞങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് അത് തുടച്ചു നീക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പദ്ധതി എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ആസിർബൈജാനിലും ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആസിർബൈജാൻ ഏതു രൂപത്തിലുള്ള നീക്കം നടത്തുമെന്ന കാര്യം വ്യക്തമല്ല. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, നമുക്കറിയാം ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ
എന്നാൽ ഇപ്പോൾ കുർദ് വിമത സേന പറഞ്ഞിരിക്കുന്നത് ഇറാനെതിരെയുള്ള ഒരു ഗ്രൗണ്ട് ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന രൂപത്തിലുള്ള വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഇത് കൃത്യമാണോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറ്റലി ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ എത്തിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും അമേരിക്ക അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം വലിച്ച് ഇസ്രയേലിലേക്ക് പോയിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളിൽ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ വളരെ കുറവായി എന്ന പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഇറ്റലി ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. അതേസമയത്ത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ഹാസ് നോട്ട് റിക്വസ്റ്റഡ് എനി മിലിറ്ററി അസിസ്റ്റൻസ്, ഒരു മിലിറ്ററി സഹായം ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ഓർ ആംസ് സപ്ലൈസ് ഫ്രം റഷ്യയിൽ നിന്ന് എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ മിലിറ്ററി സഹായമോ ഇതുവരെ ഞങ്ങളിൽ നിന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ചിന്തിക്കേണ്ടി വരും എന്ന കാര്യം ഇതിനൊരു പക്ഷേ സൂചന ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇറാൻ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെയുള്ള ഒരു സഹായവും ആവശ്യപ്പെട്ടില്ല എന്നാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെച്ച ഈ യുദ്ധം വ്യാപിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.